മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നടപ്പാക്കി വരുന്ന മാതൃകാ പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. അവരവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ സൂപ്പർമാർക്കറ്റിലെത്തി സൗജന്യമായി വാങ്ങാവുന്നതാണ് ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതി. സന്നദ്ധ സംഘടനകളുടെ ധനസഹായത്തെ ഏകോപിപ്പിച്ച് 6 മാസത്തിലേറെയായി ഈ പദ്ധതി തുടരുകയാണ്. ഇപ്പോൾ 6 മാസത്തിൽ വലിയൊരു ഉപകാരമായിരുന്നു. നമുക്കിത് ഒന്നും അറിയണ്ടായിരുന്നു. വന്ന് കാർഡ് കൊടുക്കുക, വാങ്ങാൻ പോകുമായിരുന്നു. ആട്ടപ്പാടിയിലെ താമസിക്കാൻ പറ്റുന്ന ലിസ്റ്റിലൊന്നും പേരും വന്നിട്ടില്ല. സർക്കാരിൻ്റെ കിറ്റ് ആ 1-2 മാസങ്ങളിലല്ലേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കിറ്റൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവരെ സഹായം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. നമ്മുടെ നാട്ടിലെ എൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് വളരെ ഉപകാരപ്പെടുന്നതുമാണ്. അത് ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ദുരന്തബാധിതരായ പുഞ്ചിരിമട്ടത്തെ സെയ്തലവിയും റാട്ടപ്പാടിയിലെ സുജയും മുണ്ടക്കൈയിലെ സൗജത്തും ഷഫീഖ് മണിയും നിഷ്മലുമടക്കം ഇപ്പോൾ സൂപ്പർമാർക്കറ്റിലേക്ക് വരുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങാനാണ്. ഇത്തരത്തിൽ 500ഓളം കുടുംബങ്ങൾക്കാണ് അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 1000 മുതൽ 3500 രൂപയ്ക്ക് വരെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ ഏകോപിപ്പിച്ച് ഒരു റേഷൻ സമ്പ്രദായം നടപ്പാക്കിയതിനു പിന്നിൽ പൊതുപ്രവർത്തകനായ യഹിയ ഖാൻ തലക്കിലും സഹപ്രവർത്തകരുമാണ്. ജമിയത്തുൽ ഉലമ ഹിന്ദാണ് ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ വെച്ചപ്പോൾ ആദ്യമായിട്ട് സാമ്പത്തിക സഹായം ചെയ്തത്. ഞാനും 2 സുഹൃത്തുക്കളായ ഗഫൂർ, മമ്മൂട്ടി തുടങ്ങിയ ആളുകളാണ് ഇത് കോർഡിനേറ്റ് ചെയ്തു പോയത്. നമ്മളിപ്പോൾ 500ഓളം കുടുംബങ്ങൾക്ക് 6 മാസത്തെ ഭക്ഷ്യ വിതരണം നടത്തുന്നതിന് നമുക്ക് ആകെ 1 കോടി രൂപയുടെ താഴെ മാത്രമേ വന്നിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഈ മേഖലയിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധ കുറവാണ്. ദുരന്തബാധിതരുടെ വീടുകളിലേക്ക് മാസം തോറും ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉറപ്പാക്കാൻ സൂപ്പർ മാർക്കറ്റുകൾക്ക് മുൻകൂറായി പണം നൽകിയിരിക്കുകയാണ്. എന്തും വാങ്ങിക്കാം. സൂപ്പർ മാർക്കറ്റുകളിലാണ് ഞങ്ങളിത് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അവിടെ ഇല്ലാത്ത സാധനങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട സാധനം ഉണ്ടെങ്കിൽ പണം കൊടുക്കും. കാരണം ഈ എല്ലാ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ തുകയും മുൻകൂറായിട്ട് അതാത് കടകളിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോയി വാങ്ങിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശം എന്നുള്ള നിലയിൽ അവർക്ക് സമ്പൂർണ്ണമായ ഇടപഴകലോട് കൂടിയിട്ട് തന്നെ അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സാധാരണ നമ്മൾ കിറ്റ് കൊടുക്കുമ്പോൾ അത് ഓപ്ഷണലാണ്. ഇത് വളരെ ചെറിയ ചെലവിൽ മികച്ച സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ സുമനസ്സുകളായിട്ടുള്ള സന്നദ്ധ സംഘടനകളും ഈ മേഖലയിലേക്ക് ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഒരു മാതൃകാപരമായ പദ്ധതിയെന്ന് നിസ്സംശയം പറയാനാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ വെളിച്ചം. വളരെ സിമ്പിളായിക്കൊണ്ട് ആളുകളെ ബെനിഫിഷ്യറീസിനെ കണ്ടെത്തിക്കൊണ്ട് വളരെ ലളിതമായിട്ടുള്ള രൂപത്തിലുള്ള സംവിധാനം ക്രമീകരിച്ചതാണ് ഇവിടെ. ഇത് സർക്കാർ സംവിധാനം കണ്ടുപഠിക്കണം എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഏറെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോറി, മാതൃകാപരമായ പദ്ധതി തന്നെയല്ലേ. എത്ര ആശ്വാസം പകരുന്നതാണ്. അപ്പം അതിജീവനത്തിലേക്ക് നടക്കുന്ന അവർക്ക് ഒരു പുഞ്ചിരി കൊടുക്കാൻ എന്തായാലും മാത്രമല്ല അത് 1-2 മാസമല്ല, 6 മാസമായിട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും അത് തുടരട്ടെ. അവർക്കൊക്കെ സ്വന്തം കാലിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കി അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് വരെയും അത് കഴിഞ്ഞും സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാവുന്നതാണ്. ആ പദ്ധതി എന്തായാലും അടിപൊളി പദ്ധതിയാണ്, എന്തെങ്കിലും സംശയമൊന്നുമില്ല.